3 മിനിറ്റ് ആണെങ്കിലേ റീലായിട്ട് പരിഗണിക്കത്തുള്ളൂ ഇൻസ്റ്റാഗ്രാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും റീച്ച് കിട്ടത്തുള്ളൂ, അതായത് ആരുടെയെങ്കിലും സജഷനിൽ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 3 മിനിറ്റ് ആകുമ്പോൾ അത് നിർത്തണം എന്നുള്ളതുണ്ട്. അപ്പോൾ ലോസ്റ്റ് ഹൈവേ എന്ന് പറയുന്ന സിനിമയിൽ ബാൽത്തസാർ ഗെറ്റി എന്ന് പറയുന്ന ഒരാൾ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അയാൾക്ക് പ്രായം കുറേ ആയി, അയാൾ നന്നായിട്ട് അഭിനയിച്ച ഒരാളാണ്. അതിൽ റോബർട്ട് ലോജിയാണ് ഡിക്ലോറാൻഡായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അതിനകത്ത് തുടക്കത്തിൽ തന്നെ ഡിക്ലോറാൻഡ് ഇസ് ഡെഡ് എന്ന് പറയുന്നൊരു മെസ്സേജാണ് അതിനകത്തൊരു പഴയ ഒരു, പണ്ട് മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് ഒരു 1997 സിനിമയാണല്ലോ. ബിൽ പുൾമാൻ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ബിൽ പുൾമാൻ്റെ ഒരു സിനിമ മാത്രം ഫുള്ളായിട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഇത് കണ്ടിട്ടുണ്ട്, അതല്ലാത്ത ഒരു സിനിമ ഫുള്ള് കണ്ടിട്ടില്ല. പക്ഷേ വേറെ സിനിമകൾ ഞാൻ കണ്ടിട്ടില്ല. ഇതിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. റോബർട്ട് ബ്ലേക്കിനെ കണ്ട ഗാരി വെബറിനെ പോലെ ഇരിക്കുന്നുണ്ട് ചെറുതായിട്ടൊക്കെ ഈ ഫോട്ടോയിൽ. പക്ഷേ റോബർട്ട് ബ്ലേക്ക് മരിച്ചുപോയി. അതൊരു പ്രത്യേക മിസ്റ്ററി ആയിട്ട് തന്നെയാണ് മരിച്ചത്. ഈവൻ ഈ ലോസ്റ്റ് ഹൈവേനെ പാരലാകുന്ന രീതിയിൽ ഉള്ള മരണമായിരുന്നു. അതിനകത്തുള്ള കഥയായിട്ട് വളരെ സാമ്യമായിട്ടുള്ള രീതിയിലുള്ള സ്പൂക്കി ആയിട്ടുള്ള ഒരു മർഡർ എന്തോ രീതിയിലാണ് റോബർട്ട് ബ്ലേക്ക് മരിച്ചത്. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഭയങ്കര ഇമ്പ്രഷനബിളാണെന്ന് കേട്ടിട്ടുണ്ട്. അതായത് അഭിനയിക്കുന്ന ക്യാരക്ടറിനെ പിന്നെ ഊരി വയ്ക്കാൻ പറ്റുന്നില്ല. അതൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ അത് കാരണമാണോ ഇല്ലേ എന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ജസ്റ്റ് ആ തോട്ടിൻ്റെ ടാൻജൻറ്റ് ഇടുന്നതേ ഉള്ളൂ. ഡേവിഡ് ലിഞ്ച് മരിച്ചുപോയി എന്നുള്ള കാര്യം അറിയാമല്ലോ. ലോസ് ഏഞ്ചൽസിലെ ഈ ഫയറിൽ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, അതോ ഈ വർഷം തുടക്കത്തിലോ എന്തോ, ലോസ് ഏഞ്ചൽസിലുണ്ടായ ഫയറിൻ്റെ സമയത്താണ് ഡേവിഡ് ലിഞ്ച് മരിച്ചുപോയത്. കാരണം ഡേവിഡ് ലിഞ്ച് ഭയങ്കര ലൈഫ് ലോങ് സ്മോക്കറായിരുന്നു. രാവിലെ എണീറ്റ കാപ്പി കുടിക്കും, പിന്നെ അതിന് ശേഷം 2-3 സിഗരറ്റ് വലിക്കുക, അതുപോലെ കോൺസ്റ്റൻറ്റ് വലിയൊരു ആർട്ട് ലൈഫിൻ്റെ വലിയും കാപ്പി കുടിയും, അതായത് കോഫി ആൻഡ് സിഗരറ്റ്സ് എന്ന് പറയുന്ന സാധനം ആർട്ട് ലൈഫിൻ്റെ ഒരു സന്തത സാഹചര്യം അതിൻ്റെ കൂടെ അതിനെ എൻഹാൻസ് ചെയ്യുന്ന സാധനമാണ് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അത് വലിച്ച് ഫ്രണ്ടിലോട്ട് പോയി അവസാനം മരിക്കുന്ന സമയം ഈ വലി കൂടുതലായി, ലങ്സ് കേടായി, എന്താണ് അതിൻ്റെ പേര്, ഒരു ഇതുണ്ടല്ലോ ശ്വാസം കിട്ടാത്ത എംഫിസീമ വന്നിട്ടാണ്. പിന്നെ അവസാനം അപ്പുറത്തെ മുറിയിലോട്ട് നടന്നു പോകാനുള്ള ആരോഗ്യം പോലും ഇല്ല. കാരണം അപ്പോഴത്തേക്കും ഡീഓക്സിജനേറ്റഡ് ആവുകയാണ്. അതുകൊണ്ട് ആർട്ട് ലൈഫിൽ നിന്ന് റിട്ടയർ ചെയ്തു എന്ന് 2 വർഷം മുന്നേ. ആ സമയത്ത് അപ്പോഴത്തേക്ക് പിന്നെ സ്മോക്കിംഗ് തുടരാൻ പറ്റത്തില്ല, അതുകൊണ്ട് സ്മോക്കിങ്ങും നിർത്തി. പക്ഷേ എന്നാലും ഐ ആം വെരി ഹാപ്പി എന്നൊക്കെ പറഞ്ഞ ഒരു ട്വിറ്ററിൽ ഒരു ഫുൾ ക്യാപ്സിലാണ് പുള്ളി എഴുതുന്നത് എപ്പോഴും. അപ്പോൾ ഫുൾ ക്യാപ്സിലൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2 വർഷം കഴിഞ്ഞപ്പോൾ, ഈ വർഷമാണെന്ന് തോന്നുന്നു, തുടക്കത്തിൽ മരിച്ചുപോയി. ഇത് ലോസ്റ്റ് ഹൈവേ എന്ന് പറയുന്നത് പുള്ളിയുടെ 1997 സർറിയലിസ്റ്റ് നിയോ നോവാർ ഹൊററാണ്. 2006 തോന്നുന്നു ഇൻലൻഡ് എംപയർ അവസാനത്തെ സിനിമ ഇറക്കി. അത് കഴിഞ്ഞപ്പോൾ അയാൾക്ക് അതിൻ്റെ പ്രൊഡക്ഷനും സാധനങ്ങളും ഡിസ്ട്രിബ്യൂഷനും ഒന്നും ശരിയാവുന്നില്ല. അതൊരു നോർമൽ സിനിമ അല്ലാത്തതുകൊണ്ട് അത് അയാൾ നിർത്തി, ആ സിനിമ ഫീൽഡ് നിർത്തി.